പ്പെട്ടവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടെ യഹിയയിൽ പറഞ്ഞതായി കാണാം, ചിരിച്ചുകൊണ്ട് പാപം ചെയ്ത വ്യക്തി കരഞ്ഞുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കും. ഗസാലി ഇമാമിൻ്റെ എത്രയോ അർത്ഥവത്തായ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് പാപം ചെയ്യുക എന്നതുകൊണ്ടുള്ള അർത്ഥം, പാപം ചെയ്യൽ കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ യാതൊരു പേടിയും, റബ്ബ് എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയും, എനിക്ക് ഭയാനകമായ ശിക്ഷ അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊന്നും ഒരിക്കലും ചിന്തിക്കാതെ, ഇതിനെ പറ്റിയിട്ടെല്ലാം അവനക്ക് അറിയാം, പാപം ചെയ്താൽ നരകത്തിലേക്ക് പോവേണ്ടി വരും, അതൊന്നും വകവെക്കാതെ തെറ്റുകുറ്റങ്ങൾ ധാരാളം ചെയ്ത് അത് മറ്റൊരാളുകളോട് പറഞ്ഞു കൊടുത്ത് ഷെയർ ചെയ്ത് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുകൾ അവർ നരകത്തിലേക്ക് പോവേണ്ടി വരുമെന്ന് ഇമാം ഗസാലി അവിടെ യഹിയയിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ, മറ്റൊരാളോട് അത് പരസ്യപ്പെടുത്തുമ്പോൾ അവനിക്ക് യാതൊരു പേടിയും ഇല്ല എന്നൊരു അർത്ഥമാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളോട് നന്മകൾ ചെയ്യുക, അത് പ്രചരിപ്പിക്കുക. തിന്മകൾ ചെയ്താൽ അത് പ്രചരിപ്പിക്കേണ്ടതല്ല, മറിച്ച് അത് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടേണ്ട കാര്യമാണ്, പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മൾ എല്ലാ ആളുകളും ഉള്ളത്. ധാരാളം നന്മകൾ ചെയ്ത് പരിശുദ്ധമായ നല്ല നല്ല ദിവസങ്ങൾ, അറഫ രാവുകളെല്ലാം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ട സമയമാണ്. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് നല്ല യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.